ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കുലുവൻ ചിമ്മു. ഇന്ന് ഞാനൊരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. വേറെ ഒന്നുമല്ല, നമ്മുടെ കണ്ണൂരിൻ്റെ സ്വന്തം ബിണ്ടിയ. പല സ്ഥലങ്ങളിൽ ഇതിന് പല പേരിലാണ് അറിയപ്പെടുന്നത്. പക്ഷെ നമ്മുടെ കണ്ണൂരിൽ ഇതിന് ബിണ്ടിയ എന്നാണ് പറയുന്നത്. മിനിമം ചേരുവകൾ കൊണ്ട് നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി ആയിട്ടാണ്. അപ്പോൾ ഇതാ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമുക്കിതിലോട്ടേക്കുള്ള ഇൻഗ്രീഡിയൻസ് ഒന്ന് നോക്കിയാലോ. അപ്പം ഞാനിവിടെ 2 പച്ച തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു 1/2 കിലോ ശർക്കര, പിന്നെ കുറച്ച് ചെറുപയറുപരിപ്പ്, അതുപോലെ തന്നെ കുറച്ച് ഏലക്കായ പൊടിച്ചതും കൂടിയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് നേരത്തെ എടുത്ത് വെച്ച ശർക്കര ഒരു പാത്രത്തിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കതൊന്ന് നന്നായിട്ട് മെൽറ്റ് ചെയ്തെടുക്കണം. അപ്പം അതിലോട്ടേക്കൊരു 1/4 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് അടുപ്പത്തോട്ട് വെക്കാം. അതിനുശേഷം ഇതാ നന്നായിട്ടത് മെൽട്ടായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് ഗ്യാസിൻ്റെ ഫ്ലെയിം മീഡിയം ടു ലോ ലെവലിലാണ് വെക്കേണ്ടത്. അപ്പോൾ ഇത് നമ്മുടെ ശർക്കര നന്നായിട്ട് മെൽറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കിതിനെ ഒരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം. ആ ഒരു സമയത്ത് നമുക്ക് ഒരു പാൻ എടുക്കാം. പാൻ ചൂടായതിന് ശേഷം നമുക്ക് അതിലോട്ടേക്ക് നേരത്തെ മാറ്റി വെച്ച തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് അതൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ തേങ്ങയുടെ കളറ് ജസ്റ്റ് ഒന്ന് ചേഞ്ച് ആകുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് നോക്കിയേ, ഏകദേശം ചെറിയ രീതിയിൽ കളറൊന്ന് ചേഞ്ച് ആയിട്ടുണ്ട്. ആ ഒരു സമയത്ത് നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ച ശർക്കര പാനിയും ഒരു അരിപ്പ വെച്ചിട്ട് നമുക്കതിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ആ തേങ്ങയും ശർക്കര പാനിയും നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മുടെ ഗ്യാസ് ഫ്ലെയിം മീഡിയം ലെവലിലായിരിക്കണം. അപ്പോൾ ഇതാ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. ഈ ഒരു സമയത്ത് അതിലോട്ടേക്ക് കുറച്ച് ഏലക്കായ പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് അതിന് ഫ്ലേവർ ഇഷ്ടമില്ലെങ്കിൽ ആ സ്റ്റെപ്പ് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ആ ഒരു സമയത്ത് നമുക്കൊരു ചട്ടി വെച്ചിട്ട് അതിലോട്ടേക്ക് നേരത്തെ എടുത്ത് വെച്ച ചെറുപയർ പരിപ്പ് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ തേങ്ങയും ശർക്കരയും ഏകദേശം ആയി വരുന്നുണ്ട്. ആ ഒരു സമയത്ത് നമുക്ക് ആ ചെറുപയർ പരിപ്പ് ഇതിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ പരിപ്പ് കടിക്കാൻ കിട്ടുമ്പം ആ ബിണ്ടി കഴിക്കുമ്പം നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചധികം ചെറുപയർ പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം എല്ലാം കൂടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു 3 മിനിറ്റും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അവസാനം നമുക്ക് ഇതിലോട്ടേക്ക് കുറച്ച് നെയ്യും കൂടി ആഡ് ചെയ്തിട്ട് എല്ലാം ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ടേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇതാ നമുക്കിത് ചൂട് ആറുന്നതിന് മുന്നേ തന്നെ ഇത് ഷേപ്പ് ചെയ്തെടുക്കണം, അല്ലെങ്കിൽ നമുക്ക് അത് ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇതാ ഞാനിത് ഓരോന്നായിട്ട് ഷേപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് കൈയൊക്കെ പൊള്ളുന്നുണ്ട്. എന്നാലും ആ ചൂട് ആറുന്നതിന് മുന്നേ ഉരുട്ടിയെടുത്തിട്ടില്ലെങ്കിൽ നമുക്ക് അത് ഷേപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ഇത്രയേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ ബിണ്ടി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം എന്തായാലും നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്യാം. നെക്സ്റ്റ് വീഡിയോ വരുന്നവരെ ടാറ്റ ബൈ ബൈ, സീ യു.